ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം. ഇന്ന് മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ നമ്മുടെ അതിഥിയായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഒരു ഗവേഷകയാണ്, ഫാത്തിമ ബീഗം. മെഡിക്കൽ സയൻസിലാണ് ഫാത്തിമ റിസർച്ച് ചെയ്യുന്നത്. ഫാത്തിമയുടെ റിസർച്ച് അതിലൂടെ നമ്മളുടെ സൊസൈറ്റിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കേൾക്കാം. ഹലോ ഫാത്തിമ. ഹലോ കിരൺ. വെൽക്കം ടു അവർ സ്റ്റുഡിയോ. താങ്ക് യു സോ മച്ച്. ഫാത്തിമ, മൊമെന്റ്സ് വിത്ത് റെയിൻബോ എന്നാണ്. ഓക്കെ. അപ്പം സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ 10th കഴിയുന്നു, +2 പോകുന്നു, എഞ്ചിനീയറിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. ആദ്യം പ്രിഫർ ചെയ്യുന്നത് മിക്കവാറും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. അവർക്ക് ഇതല്ലാതെ വേറെ ഒരു സംഭവം എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. പല കോഴ്സുകൾക്കും പല തരത്തിലുള്ള പ്രാധാന്യം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു കുത്തൊഴുക്ക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പം ഈ ഫാത്തിമയുടെ ആ ഒരു +2 കാലം അതോടുകൂടി നമുക്ക് തുടങ്ങും. ആക്ച്വലി ഞാൻ LKG തൊട്ട് +2 വരെ പഠിച്ചത് സെയിൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന കോൺവെന്റ് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിംഗ് അവിടെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം കിരൺ പറഞ്ഞതുപോലെ എല്ലാവരും പോകുന്ന സെയിം പാത്ത്, എൻട്രൻസ്, മെഡിസിൻ ആയിരുന്നു. അത് മെഡിസിന് ഇൻട്രസ്റ്റ് വരാൻ കാരണമൊന്നുണ്ട്. അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, +2 സമയത്ത്, +1 ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എക്സിബിഷന് കൊണ്ടുപോകും. അപ്പൊ എക്സിബിഷന് അന്ന് നമ്മളെ ഓരോ കാര്യങ്ങളും, ഈവൻ കടാവറിന്റെ കാര്യം, അതായത് ഡെഡ് ബോഡി, അതുപോലെ ടിഷ്യൂസ്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് നിന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അവരാ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവരുടെ വേ ഓഫ് സംസാരം, എന്തുമാത്രമാണ് അവർ ആ സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ പ്രൊഫഷൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഒരു ഇതിൽ വന്നതാണ് മെഡിസിന് പോകണം എന്ന് ആഗ്രഹം വന്നത്. പക്ഷേ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോയി, ഇടയ്ക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ ആയി, പിന്നെ അതങ്ങ് ഉപേക്ഷിച്ച് അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള അതും ഒരു സ്റ്റോറിയുണ്ട്. വെൽക്കം ബാക്ക് ടു മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഇന്ന് ഗവേഷകയായിട്ടുള്ള ഫാത്തിമ ബീഗമാണ് എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോറി പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. എന്താണ് ആ സ്റ്റോറി? ആ സ്റ്റോറി കിരണെ, ഞാൻ 8th പഠിച്ചോണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 8th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കന്ന് ഷാലോ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്, അറിയോ? ആ ചാനലിൽ ഒരു ഫാദർ കുറേ കുട്ടികൾ, ആ കുട്ടികളും ഫാദറുമായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആണത്. അത് എന്തിന്റെ ഡോക്യുമെന്ററി ആണെന്ന് വെച്ചാൽ HIV പേഷ്യൻസ് ആണ് ഈ കുട്ടികൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടികൾ HIV പേഷ്യൻസ് ആയിട്ട് ബോൺ ചെയ്തു. ആരുടെയും തെറ്റില്ല. നമ്മൾ പറയും HIV വന്നു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ കാണുന്നത് എങ്ങനെയാ? ഓക്കെ, എന്തെങ്കിലും ഡ്രഗ് അഡിക്റ്റ്, ഇപ്പം തന്നെ കുറേ കേസസ് നമ്മൾ കണ്ടു, ഡ്രഗ് അഡിക്ട്സ്, അബ്യൂസ് കാരണം സെയിം സിറിഞ്ച് യൂസ് ചെയ്ത. അതല്ലാണ്ട് ഈ കുട്ടികൾക്ക് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് HIV കിട്ടുക. അപ്പം ഇതുവരെ HIVക്ക് നമുക്ക്, അതായത് അതിൻ്റെ മെക്കാനിസം കുറേ ഉണ്ട്. അതായത് റിട്രോവൈറൽ ആണ്. അപ്പം അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് മെഡിസിൻസ് അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ നമുക്കൊരു മെഡിസിൻ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയുള്ള മക്കൾക്ക്, ഇപ്പോൾ ഒരു കുറ്റവും കൂടാതെ അസുഖം വരുന്ന മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർക്കൊക്കെ ഒരു ബൂണാണ്, ഒരു അനുഗ്രഹമാണെന്ന് തോന്നി. അന്ന് എൻ്റെ മനസ്സിൽ കയറിയായിരുന്നു ഞാൻ. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഡയറിയിൽ ഞാൻ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ എഴുതി വെച്ചു. എന്തെങ്കിലും ആ ഡയറി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ എന്ന് വിചാരിച്ച് അന്ന് എൻ്റെ മനസ്സിൽ കയറിയതാണ്, ഒരു ഡ്രഗ് ഡെവലപ്മെന്റ് എന്തുകൊണ്ട് പറ്റിക്കൂടാ, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പഠിച്ചുകൂടാ, ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് പഠിച്ചുകൂടാ. അങ്ങനെ ഞാൻ ഈ +2 കഴിഞ്ഞ സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് വന്ന്, സ്ട്രെസ്സൊക്കെ വന്ന്, ആകെ വീട്ടുകാരും പറഞ്ഞു, പിന്നെ എന്നാ നിർത്ത്, നീ പോകണ്ട, അങ്ങനെ പറഞ്ഞ് ഓക്കെ പോകുന്നില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് നോക്കാം, ഡിഗ്രി എന്തെങ്കിലും നീ നോക്കാം. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഇത് ഓർമ്മ വന്നത്, എന്തുകൊണ്ട് ഡ്രഗ് ഡെവലപ്മെന്റ് ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു റിസർച്ചർ ആവാൻ പറ്റും, ഒരു ഡ്രഗ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അന്നൊക്കെ എല്ലാവരും വിചാരിക്കും ഇവൾക്ക് വട്ടായിരിക്കും, അത് നടക്കും, ഇപ്പൊ കൂടി വിചാരിക്കും ആൾക്കാർ. അപ്പൊ അങ്ങനെയല്ല, ഞാൻ എന്നിട്ട് ഇരുന്ന് സെർച്ച് ചെയ്യും കിരണേ, ഇരുന്ന് സെർച്ച് ചെയ്ത് കുറേ സൈറ്റ്സിൽ കയറി. നമ്മൾക്ക് ഇന്റർനെറ്റ് ആണല്ലോ കൂടുതൽ അക്സസബിൾ, ഇപ്പൊ ബുക്സിനെക്കാളും കൂടുതൽ ആണല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാനിത് കണ്ടപ്പോൾ B.Pharm കോഴ്സ് കണ്ടു. അങ്ങനെ ഒരു കാര്യം എനിക്ക് എൻ്റെ പാരൻസ് എപ്പോഴും, അത് ഞാൻ എപ്പോഴും പറയണം, തന്നിട്ടുള്ളതാണ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം. അത് നല്ലതും ചീത്തതും ആവാം, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലിരിക്കും. എൻ്റെ കേസിൽ എൻ്റെ പാരൻസ് ഒരിക്കലും എന്നെ കമ്പൽ ചെയ്ത് വിട്ടതല്ല MBBS. എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് എൻ്റെ പാരൻസ്. ഇപ്പൊ ഞാൻ B.Pharm എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ, യു ക്യാൻ ഗോ ഫോർവേഡ് വിത്ത്, നിനക്ക് എന്താണോ കംഫർട്ടബിൾ അതിൽ പോയിക്കോളണം. പക്ഷെ ഞാൻ
ഞാൻ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു റിസർച്ചർ ആവണം എന്ന് തന്നെയായിരുന്നു. മെഡിക്കൽ സയൻസിൽ പ്രത്യേകിച്ച് ബിഫാം കോഴ്സിൽ ഡോക്ടറേറ്റ് എടുത്ത് ഒരു ഗവേഷകയായ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞയായ ആളാണ് ഇന്ന് നമ്മളോട് കൂടെ വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇനി പറയാൻ ബാക്കി വെച്ച ഒരു കാര്യം ബിഫാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ബിഫാമിന് ചേർന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു? ബിഫാമിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഫ്രഷേഴ്സ് ഡേ അറിയാമായിരിക്കുമല്ലോ. അപ്പം അന്ന് നമ്മൾ സ്റ്റേജിൽ വന്നിട്ട് എല്ലാവരും പറയണം എന്തുകൊണ്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഈ റിസർച്ച് ചെയ്യാന്നുള്ള. ഞാൻ മാഡം വിളിച്ചപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് PhD ചെയ്യണം, എനിക്ക് ഗവേഷണം ചെയ്യണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു. എല്ലാവരും ആദ്യമായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു എംബിഷനിൽ വന്ന മിക്കവരും അവിടെ നമ്മൾ ബിഫാം കോഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അലൈഡ് സയൻസ് കോഴ്സുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന MBBS കിട്ടാണ്ട് വരുമ്പോൾ അതിൻ്റെ ഡിപ്രഷനിൽ ഏതെങ്കിലും കോഴ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാണ്. പക്ഷെ എനിക്ക് ആ ഒരു എയിമിൽ വന്നപ്പോൾ മാഡം പറഞ്ഞു നോക്കാം, ഫൈനൽ ഇയർ വരെ നിന്റെ ഈ ആഗ്രഹം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് അവിടെ എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ബിഫാം സ്റ്റാർട്ട് ചെയ്തത്. ബിഫാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു, അവിടെ തന്നെ പഠിച്ചു, കംപ്ലീറ്റ് ചെയ്തു. കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ആയിരുന്നു, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ MPharmലേക്ക് വന്നു. അപ്പോൾ MPharm എടുത്തതും സബ്ജക്റ്റ് സാധാരണ നമ്മുടെ ഫാർമസി സബ്ജക്റ്റിൽ ഏറ്റവും ടഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ MPharm ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് മരുന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പം മരുന്നുകളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, എങ്ങനെ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നു, മരുന്നിന് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ സൈഡ് എഫക്ട്സ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. കുറേ ഇപ്പോൾ കുട്ടികൾക്ക് ബിഫാമൊക്കെ പോകുന്ന അല്ലെങ്കിൽ ബിഫാം എന്നല്ല ഹെൽത്ത് ഫീൽഡിലുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി. ഈവൻ ഡോക്ടേഴ്സ് എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം ഒരുപാട്, എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു അതിശയം തന്നെയാണ്. സാധാരണ ഈ ഡോക്ടേഴ്സ് നമ്മളവിടെ ചെല്ലുന്നു, നമ്മളെ ടെലസ്കോപ്പ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് മെഡിസിൻസ് എഴുതുന്നു. അത് കുറേ മെഡിസിൻസ് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് പലപ്പോഴും ചിന്തിക്കും ഇവരിത് എങ്ങനെ ഈ ഓർത്ത് വെക്കുന്നത്, ഇത്രയും മെഡിസിൻസ് മാർക്കറ്റിൽ, ഇത്രയും മെഡിസിൻസ് അവൈലബിൾ ആണ്, ഇവരെങ്ങനെയാ ഇത് എഴുതുന്നത്? നമുക്കൊരു കാര്യമാണ്, അതെ അതെ. കാരണം അവർ സബ്ജക്ട് പഠിക്കുന്നുണ്ട്, ഫാർമക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്നുണ്ട്. അതിലെല്ലാ മരുന്നുകളെ പറ്റിയും അവർ പഠിക്കുന്നുണ്ട്. കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ വരെയുള്ള എല്ലാ മെഡിസിൻസിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, അല്ല അറിയാൻ പറ്റുന്നത് കൂടുതൽ മെഡിസിൻസിനെ പറ്റി. അങ്ങനെ MPharm എടുത്തു. MPharmൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. MPharm വരെ എത്തി. നമുക്ക് വീണ്ടും ഒരു മ്യൂസിക്കൽ ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ട് പല ഡ്രഗ്സുകളെ ഇപ്പൊ MPharmനാണെങ്കിലും റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെയാണ് അത് പൂർത്തീകരിച്ചത്, അല്ലെങ്കിൽ ഏത് മെഡിസിനെ കുറിച്ചാണ് അതിനകത്ത് പഠിച്ചത്? നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഫാത്തിമ ബീഗത്തിനോടൊപ്പം. അപ്പോൾ ഫാത്തിമയുടെ MPharm കഴിഞ്ഞു, MPharmന് ഒരു റിസർച്ച് ഉണ്ട്. അപ്പോൾ ആ റിസർച്ചിൽ ഫാത്തിമ എന്താണ് ചെയ്തത് എന്ന് അറിയാൻ വെയിറ്റ് ചെയ്യല്ലേ? ഫാത്തിമ തന്നെ പറയും. അതെ, ഫേം റിസർച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ റിസർച്ച് പ്രൊപ്രാനലോൾ എന്ന ഡ്രഗ് ആയിരുന്നു. അതായത് ഹൈപ്പർ ടെൻഷൻ വരുന്ന എല്ലാവരും ഇപ്പം യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഡ്രഗാണ് പ്രൊപ്രാനലോൾ എന്ന് പറയുന്നത്. അത് വരുന്നത് ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗിലാണ് ഈ പ്രൊപ്രാനലോൾ വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഷ്യൻ്റ്, നമുക്കറിയാമല്ലോ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രായമായ വരുന്ന അസുഖമാണ്. പിന്നെ നമ്മൾ ലൈഫ് ലോങ് അതിൻ്റെ മെഡിസിൻ കഴിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവരുടെ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ലേൺ ചെയ്യാനുള്ള കഴിവ്, പഠിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതിനെ പറ്റിയായിരുന്നു MPharm റിസർച്ച്. എല്ലാ കോളേജസിലും ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഉള്ള ചാലഞ്ചസ് വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, റിങ്കു, സാലു, 2 പേര്, ഞങ്ങൾ 3 പേരും കൂടി ഈ നമ്മൾ ബിഹേവിയറൽ മോഡലൊക്കെ പഠിക്കണമെങ്കിൽ, അതായത് ഇതിന്റെ ആക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് റാറ്റാണ് സ്റ്റഡി ചെയ്യാനായിട്ട്. വൈറ്റ് റാറ്റ്, വെള്ള കളറുള്ള എലികളെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ. അപ്പൊ അതിന് നമ്മൾ ഒരു അപ്പാരറ്റസ് ഒക്കെ സെറ്റ് ചെയ്യണം. അതൊന്നും ഇല്ല അവിടെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ റിങ്കുവിന്റെ അച്ഛൻ നന്നായിട്ട് ഈ ഉണ്ടാക്കും, നല്ല ക്രാഫ്റ്റ് ഉള്ള പുള്ളിയാ, അവക്കും നല്ല കഴിവുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡെവലപ്പ് ചെയ്ത ഒരെണ്ണം ഉണ്ടാക്കി. ഇപ്പോഴും കോളേജിൽ ഇരിപ്പുണ്ട്, സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് ഫാർമസിയിൽ ഇരിപ്പുണ്ട്, എലിവേറ്റഡ് പ്ലസ് മെയ്സ് ഞങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ സ്റ്റഡി നടത്തി, വൈമേസിൽ സ്റ്റഡി നടത്തി, റിസൾട്ട് കിട്ടി. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. റിസൾട്ട് സബ്മിറ്റ് ചെയ്തു. MPharmന് 3rd റാങ്കും കിട്ടി എനിക്ക്. യൂണിവേഴ്സിറ്റിയിൽ 3rd റാങ്ക്. അപ്പോൾ ബിഫാം ഫസ്റ്റ് റാങ്ക്, 3rd റാങ്കും കിട്ടി, MPharm 3rd റാങ്ക്. അപ്പോൾ ഇനി അടുത്തത് ഒരു മെഡിസിൻ കണ്ടുപിടിച്ച കാര്യമാണ്.
അങ്ങനെ M.Pharm കഴിഞ്ഞു. M.Pharm കഴിഞ്ഞ് എവിടെയോ ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്തു. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്തായിരുന്നു. കാരണം നമ്മൾ ഫാർമസിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി എപ്പോഴും ഡിസ്പെൻസിങ് ചെയ്യുക എന്നുള്ളതാണ്, ഡിസ്പെൻസ് ചെയ്യുക മെഡിസിൻ. പക്ഷെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്തപ്പോൾ കിരൺ എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും അപ്ഡേറ്റ് ആവാൻ പറ്റുന്നില്ല. നമുക്ക് ശരിയാണ്, നമ്മൾ മെഡിസിൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ആ മെഡിസിൻ നമ്മൾ എടുത്തു കൊടുക്കുന്നു. പക്ഷെ നമുക്കൊരു ന്യൂ നോളേജ്, നമുക്ക് പുതിയൊരു മെഡിസിൻ, നമ്മൾ ഏത് അസുഖമാണോ ഇപ്പം ആ അസുഖത്തിന് പുതിയൊരു മെഡിസിൻ വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്നില്ല, നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നില്ല, നമുക്ക് ലേൺ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ്, നല്ല ജോലിന് ഞാൻ പറയുന്നതല്ല, ഡിസ്പെൻസിങ് ഈസ് എ വെരി ഗുഡ് പ്രൊഫഷൻ, ബേസിക് പ്രൊഫഷൻ ആണ് നമ്മുടെ ഫാർമസിസ്റ്റിന്റെ. അപ്പം ഞാൻ ആലോചിച്ചു M.Pharm കഴിഞ്ഞു എന്തായാലും, അപ്പം ടീച്ചിങ്ങിലേക്ക് പോയാലോ, ചിലപ്പോൾ ടീച്ചിങ് എൻ്റെ പാഷനാണ് എപ്പോഴും. അമ്മ ടീച്ചറാണ്, അച്ഛനും നന്നായി പഠിപ്പിക്കും, അപ്പം എനിക്ക് അതൊരു പാഷനായിട്ട് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് നാൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നിട്ട് പിന്നീട് ടീച്ചിങ്ങിനായിട്ട് അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി എന്ന് പറയും, മലപ്പുറത്തെ കോളേജ് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ ടീച്ചറായിട്ട് കയറി. അതൊരു നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, പിന്നെ കോളേജ് കുട്ടികൾ, അങ്ങനെ അവരെ പഠിപ്പിച്ചു. ഒക്കെ പഠിപ്പിച്ചപ്പോഴും റിസർച്ചിന് അവിടെ ഒരു ഇതില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ അന്ന് കിടക്കുന്ന ആ കാര്യമാണ് ഡ്രഗ് ഡെവലപ്മെന്റ്. അതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ആലോചിച്ചു. അപ്പം PhD എന്നൊരു ഓപ്ഷനാണ് അതിലേക്ക് വരാനായിട്ട് പറ്റുന്നത്, ഗവേഷണം നടത്താനായിട്ട് പറ്റുന്നത്. അന്ന് എനിക്കൊന്നും അറിയില്ല PhDയിൽ എന്ത് ചെയ്യാം, PhDക്ക് എത്ര രൂപ വേണ്ടി വരും, നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ജോലി പോലെ തന്നെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നതാണോ, നമുക്ക് മീൻസ് നമുക്കൊരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണമല്ലോ, അതൊക്കെ പറ്റുമോന്നൊന്നും അറിയില്ല. മണിപ്പാൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഏകദേശം നമ്മളെ ഇന്ത്യയിൽ റാങ്ക് 4 ആണ്, ഫാർമസിയിൽ യൂണിവേഴ്സിറ്റി റാങ്ക് 4 ആണ്. അവിടെ PhDയുടെ പ്രത്യേകത പറഞ്ഞാൽ ഫീസ് ഭയങ്കര കുറവാണ്. നമുക്കൊരു 3.5 വർഷത്തേക്കും കൂടി 58,000 രൂപയാണുള്ളൂ കയ്യിൽ നിന്ന്. അത്രയാണ് ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ 2019 ജോയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഉള്ള ഫീസ്. അപ്പോൾ ഇതും സെർച്ച് ചെയ്തു, എല്ലാം നമ്മൾ സെർച്ചിങ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ ഒന്നിനും ഇന്റർഫിയർ ചെയ്യത്തില്ല, വീട്ടുകാർ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക, നിനക്ക് എന്താണോ ഇഷ്ടം നീ അത് ചെയ്തു പഠിച്ചു. ആ ഒരു ചിലപ്പോൾ ആ സ്വാതന്ത്ര്യം തന്നുകൊണ്ടായിരിക്കും കിരണേ ഒരുപക്ഷെ എനിക്ക് ഇതെല്ലാം ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ എൻ്റെ പാരന്റ്സിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു കേട്ടോ, എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ബാക്കിയുള്ള പാരന്റ്സിനോട് എന്തെങ്കിലും ഒരു സജഷൻ പറയാൻ, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, എങ്കിലും സജഷൻ പറയുകയാണെങ്കിലും എനിക്ക് പറയാനുള്ള അതാണ്, ഒരിക്കലും ആരെയും കമ്പൽ ചെയ്ത് മക്കളെ ഒന്നിലേക്കും വിടരുത്. അവർക്കൊരു ടേസ്റ്റ് ഉണ്ടാവും, ആ ടേസ്റ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, അവർ ദേ വിൽ റീച്ച് സോ മച്ച് ഹൈറ്റ്സ്. അത് 100% ആണ്. കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ചൂസ് ചെയ്ത കരിയറാണിത്, ഞാൻ എന്തെങ്കിലും ആയില്ലെങ്കിൽ ഞാൻ തന്നെ സഫർ ചെയ്യണമെന്ന് അറിയാം. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അങ്ങനെ PhDയിൽ എത്തി, മണിപ്പാൽ എൻട്രൻസ് എഴുതി, എൻട്രൻസിൽ സെലക്റ്റഡ് ആയി. ഇന്റർവ്യൂവിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. അതിൽ എനിക്ക് സൈക്കോട്ടിക് ബിഹേവിയേഴ്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിപ്രഷൻ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് ഒരു മോഡലൊക്കെ സെറ്റ് ചെയ്ത് അതവിടെ പ്രസന്റ് ചെയ്തു. അവർക്കത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ റിസർച്ച് ഫെലോ ആവാൻ പോകുന്നു. പതിയെ ഈ PhD എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരികെ വരാം മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക്. ഫാത്തിമ ബീഗം ആണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. ഡ്രഗ് ഡെവലപ്മെന്റിൽ തുടക്കക്കാരിയായ ഒരു ശാസ്ത്രജ്ഞയാണ് നമ്മുടെ ഫാത്തിമ ബീഗം. കൂടെ ഞാൻ കിരൺ ബേബി. അപ്പോൾ നമ്മൾ PhD എന്ന് പറയുന്ന ആ വടവൃക്ഷത്തിന്റെ താഴെ വന്ന് ഇങ്ങനെ വെള്ളിട്ട് നോക്കി നിൽക്കുന്നു. അപ്പോ സാധാരണ PhD കിട്ടുമ്പോഴത്തേക്കും മിക്കവാറും ചില സ്കോളർഷിപ്പുകളൊക്കെ കിട്ടും. അപ്പോൾ ഫാത്തിമയ്ക്ക് കിട്ടിയ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തി? കിട്ടിയ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ PhD നമ്മൾ മാഹെ, അതായത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെർച്ച് ചെയ്തപ്പം അവരുടെ ഫോമാറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫെലോഷിപ്പ് അവർ തരുന്നുണ്ട്. ഒരുപാട് മണിയില്ല, 20,000, 21,000, 22,000 ഇങ്ങനെ 3.5 വർഷത്തേക്കാണ് അവർ തരുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് മന്ത്ലി ഫെലോഷിപ്പും കിട്ടും, നമുക്ക് PhDക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് അറിയുന്നില്ല ഈ ഗവേഷണം നടത്താൻ വേറെ കുറേ സാധനങ്ങൾ വേണ്ടി വരും എന്നുള്ള കാര്യം ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ ബേസിക് ഒരാളാണ്, വായിച്ചിട്ടുള്ള അറിവ് മാത്രമുള്ള ഒരാളാണ്. ഞാൻ വെച്ചാൽ എന്നാ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് രസം.
PhD ജേർണി എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പറയും ഈ ECG കർവ് പോലെ പോകുന്ന ഒരു ജേർണിയാണ്. അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉള്ള ജേർണിയാണ്. ഫസ്റ്റ് നമ്മൾക്ക് ഭയങ്കര ടെൻഷൻ വരും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ഒരു പ്രപ്പോസൽ സെറ്റ് ചെയ്യണം, നമ്മൾ ഇന്ന പ്രപ്പോസൽ കൊടുക്കണം. പിന്നെ ആ പ്രപ്പോസലിന് നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ട കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല, അപ്പാരറ്റസ്, കൺസ്യൂമബിൾസ് എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ വാങ്ങിക്കാൻ, അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അത് നഷ്ടമാണ്. ഓൾറെഡി നമ്മൾ ഇത്രയും വലുതായി, ഇനി വീട്ടുകാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോയി പണിയെടുക്കുന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മെജോറിറ്റി കുട്ടികളും ഗവേഷണ ഫീൽഡിലേക്ക് വരാത്തത്. അവർക്കറിയില്ല എന്തൊക്കെ ഫെലോഷിപ്സ് ആണ്, എന്തൊക്കെ ഗ്രാൻഡ്സ് ആണ് അവൈലബിൾ ആണ്. അവർ വിചാരിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇടണം, അവർക്ക് തിരിച്ചൊന്നും കിട്ടത്തില്ല, അപ്പോൾ ജോലി ചെയ്യുന്നാൽ കുറേ പൈസ കിട്ടും, അതുകൊണ്ട് ഗവേഷണത്തിൽ പോകുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് കിരൺ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് ഒരു ഇൻട്രാമ്യൂറൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടായിരുന്നു. അതായത് ഓരോ വർഷവും 2 ലക്ഷം വീതം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കുറേ കൊളീഗ്സ്, എൻ്റെ കുറേ സീനിയേഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗൈഡ് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗൈഡ് ചെയ്തിട്ട് പറഞ്ഞു, ഈ പ്രപ്പോസൽ എഴുതിയിട്ട് ഒരു DST എന്ന് പറഞ്ഞ നമ്മുടെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചാണ്. അപ്പൊ അവര് വിമൻ സയന്റിസ്റ്റ് എന്ന് പറയും. നമുക്കൊരു 27 വയസ്സായി എനിക്ക് ആ സമയത്ത്, 27 വയസ്സാണ് കറക്റ്റ്. 27 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഉള്ളവർക്ക്, അത് മെയിൻ ആയിട്ട് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, ഞാൻ ഫെമിനിസം പറയല്ല കേട്ടോ, അതൊന്നും കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ ജെൻസിന്റെ നിങ്ങളുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കരിയർ ചെയ്യാം. ഈവൺ ഒരു പാരന്റ് ആയി കഴിഞ്ഞാലും ഒരു 1 വീക്ക് ലീവ് മതി നിങ്ങൾക്ക്, അത് കഴിഞ്ഞാൽ ഇത് ചെയ്യാം. പക്ഷെ ഒരു ലേഡിക്ക് അങ്ങനെയല്ല. ഷീ ഹാസ് സോ മച്ച് ചേഞ്ചസ് ഇൻ ഹെർ ബോഡി, ഹോർമണൽ ചേഞ്ചസും അല്ലാത്ത ചേഞ്ചസും ബോഡിയിലും വരുന്നുണ്ട്. കുഞ്ഞിനെ നോക്കണം, അപ്പൊ എന്ത് ബ്രേക്ക് ഇൻ കരിയർ എന്തായാലും വരും. ഒരു 1 or 2 ഇയേഴ്സ് കരിയർ ബ്രേക്ക് ആണ്. സോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, ബ്രേക്ക് ഇൻ കരിയർ വന്നവർക്ക്, ഇല്ലാത്തവർക്ക് എല്ലാവർക്കും 27 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗ്രാന്റിന് അപ്ലൈ ചെയ്യാം. നമുക്ക് റിസർച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രപ്പോസൽ ആദ്യം അപ്ലോഡ് ചെയ്യണം. നമ്മുടെ കുറെ ഡീറ്റെയിൽസ്, നമ്മൾ ആരെങ്കിലും ഗൈഡ് ചെയ്യുന്നുണ്ടോ ആ ഗൈഡിന്റെ ഡീറ്റെയിൽസും പ്രൊഫൈലും ഒക്കെ വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഇന്റർവ്യൂവിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു 10-14 പേരുണ്ടാവും. ഓൺലൈൻ ഇന്റർവ്യൂ ആണ്, DST ഡൽഹി എന്നാണ് വിളിക്കുന്നത്. അതിൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിച്ച് പറഞ്ഞാൽ അവർക്ക് ഉറപ്പുണ്ട് ഈ പ്രോജക്റ്റ് ഷി വിൽ ഡു ആൻഡ് ഷി വിൽ ഗെറ്റ് സം റിസൾട്ട് ആൻഡ് ദാറ്റ് വിൽ ബെനിഫിറ്റ് ദ സൊസൈറ്റി. ഇവൾക്കൊരു റിസൾട്ട് കിട്ടും, ആ റിസൾട്ട് സമൂഹത്തിന് ഗുണം നൽകും എന്നൊരു ഉറപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമുക്ക് ആ ഗ്രാൻഡ് തരും. ഞാൻ അപ്ലൈ ചെയ്ത 19-നാണെങ്കിലും DST 25 ലക്ഷം രൂപയാണ്. 2022 എനിക്കത് കിട്ടുന്നത്. 25 ലക്ഷം രൂപ 3 വർഷത്തേക്ക് ആ റിസർച്ച് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് മാസം ഫെലോഷിപ്പ് ഒരു 50,000 ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് എന്ത് സാധനങ്ങൾ പ്രോജക്റ്റിന്റെ വാങ്ങിക്കണോ അതിനൊക്കെ നമുക്ക് പൈസ ഉണ്ടാവും. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾക്ക് ഒരു കോൺഫറൻസിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ട്രാവലിനും അവർ പൈസ തരും. ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല, എല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ട് ജോലിക്ക് പോയില്ല ആ ഒരു ഇതേ വേണ്ട, മീൻസ് നമ്മൾ സമ്പാദിച്ചില്ല എന്നുള്ള വിഷമം ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലും കുറച്ച് പൈസ ഇരിക്കും, അതുപോലെ സേവിങ്സും നമുക്ക് വെക്കാം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റിസർച്ച് പരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആ PhD കിട്ടിക്കഴിഞ്ഞു, 5.5 വർഷത്തെ റിസർച്ച് ജേർണി. ഓക്കെ. അപ്പോൾ ഈ റിസർച്ചിങ് ടൈമിൽ എന്തെങ്കിലും പുതിയ ഡ്രഗ്സോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്തായിരുന്നു ഫാത്തിമ ചെയ്തത്? എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് ഞാൻ ഡയബറ്റിക് ഫൂട്ട് അൾസർ ആണ് എടുത്തത്, വൂണ്ട് ഹീലിംഗ് ആണ് എടുത്തത്. അതായത് നമ്മൾ ഡയബറ്റീസ് ഉണ്ടാവുന്ന പേഷ്യൻസിൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ, എല്ലാ പേഷ്യൻസിലും ശ്രദ്ധിച്ചാൽ മതി, അവർക്കൊരു പ്രശ്നം വരും. ഈ ഫൂട്ടിൽ, നമ്മുടെ കാലിൽ മുറിവ് വരും. എന്നിട്ട് ഈ മുറിവ് ഉണങ്ങത്തില്ല. അതിന് കുറേ മെക്കാനിസം ഉണ്ട്. മെക്കാനിസം ഞാൻ പറയുന്നില്ല, കാരണം ഹൈപ്പർഗ്ലൈസീമിയ തന്നെയാണ്, അതായത് ബ്ലഡ് ഷുഗർ കൂടുന്നത് കൊണ്ടുള്ള പ്രോബ്ലമാണ്. ഇത് ഉണങ്ങാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ കാല് മുറിച്ച് കളയേണ്ടി വരും, ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ആംബ്യൂട്ടേഷൻ മാത്രമല്ല, ഈ ആംബ്യൂട്ട് ചെയ്ത പേഷ്യൻസിന്റെ റിസ്ക് ഓഫ് ഡെത്ത് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആസ് സച്ച് ഇതുവരെ ഡയബറ്റിക് ഫൂട്ട് അൾസറിന് ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാ, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും, ഡ്രസ് ചെയ്യും, അതൊക്കെ തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. പിന്നെ ഒരു മോളിക്യൂൾ ഉണ്ട്, ബെക്ലാപെർമിൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്. അതൊരു PDGF അഗോണിസ്റ്റ് എന്ന് നമ്മൾ പറയും, അനലോഗ് എന്ന് നമ്മൾ പറയും. അതുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ ഓൾറെഡി ഞങ്ങളുടെ ലാബിൽ എൻ്റെ ഗൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ലാബുണ്ട്. അവിടെ ഓൾറെഡി സെസമോൾ എന്ന് പറയുന്ന ഒരു
അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എള്ളില്ലേ നമ്മുടെ എള്ള്, എള്ളിന്ന് കിട്ടുന്ന ഒരു മോളിക്യൂളാണ് സെസമോൾ. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മോളിക്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ സാധാരണ വൂണ്ട് ഹീലിങ്ങിലുള്ള സ്റ്റഡീസ് എൻ്റെ ഗൈഡ് ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഡയബറ്റിക് വൂണ്ട് ഹീലിങ്ങിൽ എന്തുകൊണ്ട് ഇത് നടത്തിക്കൂടാ, ഇതെങ്ങനെ എന്തൊക്കെ മെക്കാനിസം വഴി ഇത് ആക്ട് ചെയ്യും, എങ്ങനെ ഇത് ആക്സിലറേറ്റ് ചെയ്യും, അതായത് വൂണ്ടിനെ എങ്ങനെ ക്ലോഷർ ആക്കിയിട്ട് ആംബുട്ടേഷൻ ഇല്ലാതാക്കാനായിട്ട് പറ്റും, വൂണ്ട് ഹീൽ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ നടത്തിയ റിസർച്ച് അങ്ങനെ ആണ് ഡയബറ്റിക് ഫൂട്ട് അൾസറിലേക്ക് വരുന്നത്. അതിൽ ഞാൻ ഡയബറ്റിക് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ലൈൻ എടുത്തിട്ടാണ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ അവിടെ ബിഗ് ചലഞ്ചാണ്. ഇതുവരെ പ്രൈമറി സെൽ ലൈൻസിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ വളരെ കുറച്ച് സ്റ്റഡീസ് മാത്രമേ നടന്നിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് നമ്മുടെ ലാബ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല ഈ സെൽ ലൈൻ എനിക്ക് US നിന്ന് വരണം. 1 ലക്ഷം രൂപയാണ് ഒരു വയലിൻ്റെത്. അതിന്റെ മീഡിയ 48,000 രൂപയാണ്, 500 ml. അത് 1000 ml മാക്സിമം കൊണ്ട് എനിക്ക് എൻ്റെ സ്റ്റഡി മൊത്തം കംപ്ലീറ്റും ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ ചലഞ്ചസ് ആണ്. ഞാൻ പറയുന്നത് അതാണ്, പാത്തൊരിക്കലും ഈസി ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷേ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. എത്രയോ തവണ ഈ പാത്തിൽ ഈ 5.5 വർഷത്തിൽ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒരുപക്ഷെ, കാരണം ഒന്നും മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് സെൽ ലൈൻ എടുത്തു, ഞാൻ സ്റ്റഡി നടത്തുന്നു, പക്ഷെ എനിക്ക് റിസൾട്ട് ഞാൻ വിചാരിക്കുന്ന, നമ്മൾ കോൺസിസ്റ്റന്റ് ആയിട്ട് പോവാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത് നടക്കുമോ ഇല്ലയോ, അതിൻ്റെ ടെൻഷൻ, സ്ട്രെസ്, പിന്നെ ആസ് യു നോ ലേഡീസിൻ്റെ കുറേ ഹോർമോണൽ വേരിയേഷൻസ്, അതൊരു വഴിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ സെർച്ച് ചെയ്ത് അവസാനം കുറേ ചലഞ്ചസ് ഒക്കെ ആയി. എന്തും വരട്ടെ എന്ന് പറഞ്ഞ് കൾച്ചർ ചെയ്ത് എടുത്തു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തവരുണ്ട്. CRMS നമ്മുടെ ട്രിവാൻഡ്രത്ത്, അവിടെ ഞാൻ സാറിന് മീറ്റ് ചെയ്തു. സാർ സയൻറ്റിസ്റ്റാണ്, രാജേഷ് സാർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. രഞ്ജിനി മാം ഒരു സയൻറ്റിസ്റ്റ് മാം ഉണ്ട്. മാമിൻ്റെ ഒക്കെ അവരുടെയൊക്കെ ഗൈഡൻസിലാണ്. ഞാനും ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഞാനും ഗൈഡൻസിൽ വർക്ക് ചെയ്തു. അങ്ങനെ ആ മോളിക്യൂള് ഒരു പൊട്ടൻറ്റ് മോളിക്യൂളാണ്, ഡയബറ്റിക് ഫൂട്ട് അൾസറിന് ഒരു കറക്റ്റ് മോളിക്യൂളാണ്. അതിൻ്റെ മെക്കാനിസം മൊത്തം ഞാൻ പഠിച്ചെടുത്തു. അതായിരുന്നു എൻ്റെ തിസിസ് പ്രോജക്റ്റ്. PhD എനിക്ക് കിട്ടിയത് അതിലാണ്, ആ മെക്കാനിസം എക്സ്പ്ലോർ ചെയ്തതാണ് കിട്ടിയത്. അപ്പോൾ ഭാവിയിൽ പ്രമേഹം മൂലം അല്ലെങ്കിൽ ഡയബറ്റിക് മൂലം കാല്, കൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുറിവ് അങ്ങനെ വന്നു കഴിയുമ്പോൾ മിക്കവാറും പതിയെ അത് ആംപ്യൂട്ട് ചെയ്യാനായിട്ട് പോകും. അതിന് എതിരെ ഒരു മെഡിസിനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കുറേ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ ഈ ഡയബറ്റിക് രോഗികൾ, പേഷ്യൻസിന്, ഡയബറ്റിസ് ഒക്കെ നമുക്കറിയാലോ ഇന്ത്യയിലെ കണക്ക് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ വളരെ മികച്ച ഒരു ഡ്രഗ്. സാധാരണ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം, പെൺകുട്ടികളെയൊക്കെ ഒരു ഡിഗ്രി വരെയൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി, മിക്കവാറും ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രമിപ്പിക്കുക. ഇത്രയൊക്കെ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളൂ. ഫാത്തിമയുടെ പാരൻസ് അതിന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുകയാണ്. നിനക്കിഷ്ടമുള്ളത് നീ പഠിച്ചോ, എന്താണെങ്കിലും തീർന്നു കഴിയുമ്പോൾ ഞങ്ങളെ ഒന്ന് അറിയിക്കണം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പാരൻസിനോടും അതുപോലെ തന്നെ ഗേൾസിനോടും ഫാത്തിമയ്ക്ക് പറയാനുള്ളത്? കിരൺ, അതായത് പാരൻസിനോട് പറയാനുള്ളത്, എത്ര കേസസ് നമ്മൾ ഓരോ ദിവസം ന്യൂസിൽ വായിക്കുന്ന ഒരുപാട് കേസസ്, ഈവൻ ഡോവറി ഡെത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കേസസ് എല്ലാം. എപ്പോഴും ഞാൻ പെൺകുട്ടികളെ ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം പ്രോബ്ലംസ് കൂടുതൽ പെൺകുട്ടികൾക്ക് വരുന്നതുകൊണ്ടാണ്. ആൺകുട്ടികൾക്ക് ഇല്ലെന്നല്ല പറയുന്നത്. ഇന്നത്തെ സൊസൈറ്റിയിൽ ദേ ആർ ഓൾസോ ഫേസിങ് സോ മച്ച് പ്രോബ്ലംസ്. ബട്ട് പെൺകുട്ടികൾ വരുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ, ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കിരൺ. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും, അതായത് വി ഷുഡ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം കംപ്ലീറ്റ്ലി. നമുക്ക് ഒരു ജോലി, ശരിയാ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ജോലി എന്ത് നേടിക്കഴിഞ്ഞാൽ അവിടെ സേഫ് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നിർത്താനുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസ്. ഒരു വ്യക്തികളും അപ്ഡേറ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് വേണ്ട മെയിനായിട്ട്. ഇന്ത്യക്ക് വേണ്ടത് അതാണ്. ഇന്ത്യക്ക് ഒരുപാട് കാലിബറുള്ള മൈൻഡ്സ് ഉണ്ട്, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ, എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. പാരൻസിനോട് പറയാനുള്ളത്, മക്കളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കുക. അവർക്ക് ഇഷ്ടമുള്ള മേഖല എന്താണോ അതിന് ചൂസ് ചെയ്യാനായിട്ട് അവർ സപ്പോർട്ട് കൊടുക്കുക. വരണം, ഇനിയും ഗേൾസ് അല്ലെങ്കിൽ വിമൻ ഒക്കെ ആളുകൾ മുന്നോട്ട് വരണം. നമ്മുടെ സയൻസ് സ്ട്രീമിലാണെങ്കിലും എഞ്ചിനീയറിംഗ് എല്ലാ സ്ട്രീമിലും ഗവേഷണ മേഖലയിലും ഒക്കെ ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്, അറിയോ? ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആളുകൾ. കുറേ കാര്യങ്ങൾ കാരണം സാക്രിഫൈസസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വരണം. ദേ ഹാഡ് ടു കം ഫോർവേഡ്. വന്നേ പറ്റൂ.
ഫാത്തിമ റിസർച്ച് ചെയ്യുന്ന ആ ഒരു ടൈം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയബറ്റിക്സ് വന്ന് ആംബ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ്, അതായത് ഇങ്ങനെ ആംബ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രഗ്സ്, അതായത് അവരുടെ മുറിവുകൾ ഉണങ്ങി കാലൊക്കെ സുഖപ്പെടുക, കാലല്ലെങ്കിൽ എവിടെയാണോ മുറിവ് സംഭവിച്ചത് അതൊരു വ്രണമാവാതെ ഉണങ്ങാൻ സാധിക്കുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു എന്ന് ഫാത്തിമ പറഞ്ഞു. ഈ ഒരു മെഡിസിനിലേക്ക് എത്തപ്പെടാൻ എടുത്ത സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ലൈഫിൽ അത് മാത്രമേ ഉള്ളൂ കിരൺ. ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. ഇത് തീരില്ല, ഒരു ദിവസം പറഞ്ഞാലും തീരില്ല. പക്ഷെ ഇത് ചാലഞ്ചസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും റിസൾട്ട് കിട്ടാത്ത സമയത്ത് നമ്മൾ ആലോചിക്കും വൈ ഷുഡ് ഐ ചൂസ് ദിസ്, എന്നാൽ നിർത്താം എന്നായിരിക്കും. ബട്ട് സംതിങ് ഇൻസൈഡ് എന്തോ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. യു ഡു ഇറ്റ് എന്ന് പറയും. മനസ്സിലായോ? നമ്മുടെ ആ ഒരു ഫിയർ, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ആ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മുടെ ആ ഫിയറിന്റെ അപ്പുറത്ത് നമ്മളൊന്ന് കടക്കാൻ ശ്രമിച്ചു നോക്കിയാലുണ്ടല്ലോ, നമുക്ക് എന്ത് നേടിയെടുക്കാനായിട്ട് പറ്റുമോ, എന്ത് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിനൊരു ഇതില്ല. ഈ PhD ജേർണി ഒരിക്കലും എന്താ പറയാ ഭയങ്കര സ്മൂത്താന്ന് ഞാൻ പറയില്ല. നമുക്ക് കുറേ സ്ട്രെസ്സും കുറേ കാര്യങ്ങളും ഒക്കെ വരും. നമുക്ക് ഈവൻ റിസൾട്ട് കിട്ടില്ല, വി ഹാവ് ടു ഡു സോ മച്ച് വർക്ക്. ചിലപ്പോൾ ലാബുകളിൽ 7 മണി 8 മണി വരെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ചില റിസൾട്ട്സ് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റാന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, ക്ഷമ, അത് ശരിക്കും പഠിക്കുന്നത് ഈ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നന്നായിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് ഒരു PhD എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്കൊന്ന് ആ ലാസ്റ്റ് മൊമെന്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഒന്നും അല്ലാന്ന് തോന്നും. നമ്മൾ ചെയ്ത സ്ട്രഗിൾസ് ഒന്നും നമ്മൾ ഓർക്കില്ല. വി ഡിഡ് സംതിങ് ഫോർ ദ സൊസൈറ്റി, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി എന്തോ ചെയ്തു, അതാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഈ മെഡിസിൻ എന്ന് പുറത്ത് വരും. ഇതിപ്പോൾ മോളിക്യൂളിൻ്റെ മെക്കാനിസ്റ്റിക് സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തത്. ഇനി ഇത് നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്തെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂട്ടബിൾ ഫോർമുലേഷനിലാക്കണം. അതായത് ഒരു പൗഡർ ആണല്ലോ, നമ്മൾ അതിനെ എടുത്തിട്ട് ഒരു ജെൽ ഫോമിലോ അല്ലെങ്കിൽ അതിനെ നാനോ സസ്പെൻഡ് എന്തെങ്കിലും നാനോ ഫോർമുലേഷൻ ഫോമിലാക്കിയിട്ട് അതിലൊരു കുറച്ച് സ്റ്റെബിലിറ്റി സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. ആ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നമുക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാം. പേറ്റന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തേക്ക് മാർക്കറ്റിൽ വിടാനായിട്ട് പറ്റും. അങ്ങനെയാണ് സാധിക്കും. അതെ അതെ. റിസർച്ച് ഒരിക്കലും നിൽക്കുന്നില്ല, റീസെർച്ച് ആണ്. ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഫാത്തിമ ബീഗത്തിന് ഇപ്പോൾ റിസർച്ച് ഒക്കെ കഴിഞ്ഞു, ഡോക്ടറേറ്റ് കിട്ടി, മെഡിസിൻ കണ്ടുപിടിച്ചു, അതായത് ഡയബറ്റിക് പേഷ്യൻസിന് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താണ് ഇനി അങ്ങോട്ടേക്ക് ഫാത്തിമ ബീഗത്തിൻ്റെ പ്ലാൻ? ഇനി ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് ടീച്ചിങ്ങും ഗവേഷണവും രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ്. അപ്പം എനിക്ക് റിസർച്ച് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, കുറച്ചും കൂടി റിസർച്ച് ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ. ചെറിയ ഫെലോഷിപ്പുകൾ എഴുതിയെടുത്തിട്ട് ഇനി പോസ്റ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, PDF, അതായത് PhD കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സ്റ്റഡീസ് നടത്താം. അപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, നല്ലൊരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് ഒരു 1 ഇയറിൽ പോസ്റ്റ് ഡോക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എയിം എപ്പോഴും HIV തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടണം എങ്ങനെയെങ്കിലും, കൊളാബറേഷനിലൂടെയോ എങ്ങനെയെങ്കിലും. എൻ്റെ പ്രൊഫൈല് കുറച്ചും ഒന്ന് കൂട്ടിയിട്ട് പബ്ലിക്കേഷൻസ് ഒക്കെ മാക്സിമം ആക്കി എൻ്റെ അറിവ് കൂട്ടിയിട്ട് പുറത്ത് പോയിട്ടാണെങ്കിലും ഇവിടെയുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്താണെങ്കിലും HIV എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അത് തന്നെയാണ് ആഗ്രഹം. ഈ ഡ്രഗ്സിന്റെ കണ്ടുപിടുത്തങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് USSR അല്ലെങ്കിൽ USA പോലുള്ള വലിയ രാജ്യങ്ങളിലാണ്. നമ്മുടെ ഇന്ത്യയിലും അത്ര മോശമല്ല. പക്ഷേ ഇങ്ങനെ പുറത്ത് പോയി ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ഒക്കെ കിട്ടി പുറത്ത് പോയി പഠിക്കാനായിട്ട് അങ്ങനെ ഒരു ശ്രമമുണ്ടോ? അത് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ലിമിറ്റഡ് സോഴ്സസേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, റിസർച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യ ബ്ലൂം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈവൻ കേരളയിൽ ശരിക്കും ആയി വരുന്നതേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. മേ ബി ഒരു 20 years കഴിഞ്ഞിട്ട് ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് മാക്സിമം നമ്മൾ റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോകണം, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത്, നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഫെലോഷിപ്പുകൾ, PDF നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, മേരി ക്യൂറി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു PDF ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലെ ഫെലോഷിപ്സ് ഉണ്ട്. അത് ഞാനിപ്പോൾ ലേഡീസിനാണ് പറഞ്ഞത്. അല്ലാതെ തന്നെ PDF വേണ്ടി ഫെലോഷിപ്സ് ഉണ്ട്. ഈവൻ ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ DST ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിമൻ സയൻറ്റിസ്റ്റ്, അവർ വൈസ് കിരൺ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ക് ചെയ്യാനും, അതായത് PhD കഴിഞ്ഞ് നിങ്ങൾക്ക് 2 വർഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ അവരും ഫെലോഷിപ്പ് തരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പോസ്റ്റ് ഡോക്ക് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. മാത്രമല്ല പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക്
പോസ്റ്റ് ഡോക്ക് ചെയ്യാനായിട്ടുള്ള ഫെലോഷിപ്സും ഗ്രാൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ഒരു കുറേ നാൾ അവിടെ നിൽക്കണം എന്നില്ല, ഒരു കുറച്ച് നാൾ നിന്ന് അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം. അതല്ലേ നല്ലത്, നമ്മുടെ രാജ്യവും വളരും അതിനൊപ്പം ആവട്ടെ അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലേക്ക് പുതിയൊരു ശാസ്ത്രജ്ഞനെ കൂടി എത്തിയിരിക്കുകയാണ് ഫാത്തിമ ബീഗം. ഈ ഡ്രഗ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയാണ് ആളുകൾക്ക്. MDMA, അതുപോലെ തന്നെ എന്തോ പൗഡർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ അതാണെങ്കിൽ ഇപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡ്രഗ്സിൽ ഡോക്ടറേറ്റ് കിട്ടി ശാസ്ത്രജ്ഞയായി എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡ്രഗ്സുകളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ എനിത്തിങ് ദാറ്റ് ഇസ് ഗിവൻ ടു ദ ബോഡി ഔട്ട്സൈഡ്, പുറത്തുനിന്ന് നമ്മൾ എന്തൊരു വസ്തു നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് കൊടുക്കുന്നു, അതിനെ എന്ത് ഇൻഫ്ലുവൻസ് ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റും, അതിനൊക്കെ ഡ്രഗ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ MDMAയും നമ്മൾ ഡ്രഗിന്റെ ഗണത്തിൽ പെടുത്തുന്നത്. ഈ പറഞ്ഞ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ പനിക്ക് യൂസ് ചെയ്യുന്ന പാരസിറ്റമോളിനെ നമ്മൾ ഡ്രഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ MDMAയും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെൻസോഡൈസെപ്പീൻസ് ഒക്കെ ഉണ്ട്, ഇവര് ഡ്രഗ് അഡിക്ട്സ് യൂസ് ചെയ്യും, സ്ലീപ്പ് കിട്ടാതാവുമ്പോഴേ ഇൻസോമിനിയുടെ കേസിലൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ വരുന്നത് ഡ്രഗ്സിൽ തന്നെയാണ്. ഓൾ കംസ് ഡ്രഗ്സ്. പക്ഷേ അതിന് നമ്മൾ ഹാബിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെ അഡിക്ഷൻ ഉണ്ടാവുന്ന ഡ്രഗുകളാണ്. അങ്ങനെയുള്ള ഡ്രഗുകൾക്ക് നമ്മൾ വിപണിയിൽ ഷെഡ്യൂൾ H ഡ്രഗ് എന്ന് വിളിക്കാറുണ്ട് നമ്മൾ അതിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുള്ളതാണ്. അങ്ങനെയുള്ളതാണ്. സോ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് യു ഗിവൻ ടു വിച്ച് വിൽ ചേഞ്ച് യുവർ ബോഡി. ഗുഡ്. അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ചു, കുറേ വിവരങ്ങൾ പങ്കുവെച്ചു. എങ്ങനെ ഒരു ശാസ്ത്രജ്ഞയാകാം, അതിന് ഏത് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കിട്ടും, ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഫാത്തിമ ബീഗത്തിൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിസിൻ കണ്ടുപിടിക്കുക, അവരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയോട് ഫാത്തിമ ബീഗം എന്ന സയൻറ്റിസ്റ്റിന് എന്താണ് പറയാനുള്ളത്? അതാണ് കിരണേ ഞാൻ പറഞ്ഞു വന്നത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അല്ല, ആവറേജ് ഒരു ആളാണ് ശരിക്കും പറഞ്ഞാൽ. മീൻസ് അങ്ങനെ ജീനിയസ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഡ്രീം എനിക്ക് ഉണ്ടായിരുന്നു, എനിക്കുണ്ട്, ഇപ്പോഴും എനിക്കൊരു ഡ്രീം ഉണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയും. അതായത് ഡ്രീംസിന് എപ്പോഴും വിങ്സ് വേണം അല്ലേ, ശരിക്കും പറഞ്ഞാൽ പറക്കാൻ പറ്റണം. നമ്മൾ ഡ്രീം എന്ന് പറയുന്നത് ഒരിക്കലും ചുമ്മാ നമ്മൾ സ്വപ്നം കണ്ട് കളയാനുള്ളതല്ല, അത് ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഡ്രീം ചെയ്യാൻ ഇപ്പോൾ ഈ വരുന്ന ജനറേഷനോട് എനിക്ക് പറയേണ്ടത്, ഒന്നും തിങ്ക് ചെയ്യരുത് നിങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടാവും അതിനെപ്പറ്റി അല്ല, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും അതിനെപ്പറ്റിയോ അല്ല ചിന്തിക്കേണ്ടത്. പോസിറ്റീവ് സൈഡ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാം, ഗവൺമെൻറ് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഒന്ന് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ, നമ്മളൊന്ന് കോൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, പെർസീവറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും, നമ്മൾ ഏത് മേഖലയിലാണ് ആ മേഖലയിൽ, ഇപ്പം നിങ്ങൾ നല്ലൊരു ആക്ടറാണ്, ആ മേഖലയിൽ ഏറ്റവും നിങ്ങൾക്കറിയാം, നമ്മൾ ഫേമസ് ആക്ടേഴ്സ് എല്ലാവരും ദേ ആർ ഹാർഡ് വർക്കിംഗ്, നോ ദേ ആർ പെർസീവറൻസ്, ദേ ഹാവ് കൺസിസ്റ്റൻസി, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ, വിജയം നിങ്ങൾക്ക് 100% ആണ്. ഈവൻ സയൻറ്റിഫിക് ഫീൽഡിൽ ഇഫ് യു വോണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്, കോൺസ്റ്റന്റ് ആയിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഗോ എഹെഡ്, ഒന്നും നോക്കണ്ട. ഫിയറിൻ്റെ അപ്പുറത്ത് ദർ ഇസ് ഗുഡ് ഓപ്പർച്യൂണിറ്റി എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ പാരൻസിനോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, എപ്പോഴും കുട്ടികളെ കമ്പൽ ചെയ്യാതിരിക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കി വിടുക. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണ തന്നെ ചെയ്യണം. പക്ഷേ അവർക്ക് അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, അവർ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അധികാരമുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നോക്കുക അവർക്ക്. അപ്പോൾ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി അവർ സ്വന്തമായിട്ട് എടുക്കും. എന്നിട്ട് അവർ അതിനുവേണ്ടി വർക്ക് ചെയ്യും. അവർക്കിഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുത്തു, ഇനി എനിക്കതിൽ വർക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ബോധം വരും അവർക്ക്. അപ്പോൾ അത് ആണ് പാരൻസിനോട് പറയാനുള്ളത്. ഓക്കെ ഫാത്തിമ, ഇനി ഇത്രയും നമ്മൾ സംസാരിച്ചപ്പോൾ ഫാത്തിമയുടെയും കുടുംബത്തിനെ കുറിച്ചും കൂടെ പറയണം.
തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഫ്രീ ആക്കി എൻ്റെ ഡിസിഷൻസിനൊക്കെ എപ്പോഴും സപ്പോർട്ട് തരുന്ന എൻ്റെ പാരൻസിന് ആദ്യം പറയണം. എൻ്റെ അമ്മ അധ്യാപികയാണ്, ഇപ്പോൾ റിട്ടയർഡായി. എൻ്റെ അച്ഛൻ അതുപോലെ തന്നെ അധ്യാപകനായിരുന്നു, ട്യൂട്ടോറിയലിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ പ്രാരാബ്ദം കാരണം പുറത്ത് പോകേണ്ടി വന്നു. 10-21 വർഷം വളരെയധികം കഠിനാധ്വാനം അവിടെ ചെയ്തു. പുള്ളി തിരിച്ചു വന്നു. പുള്ളി ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. ഞാൻ മൂത്ത കുട്ടിയാണ്. പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ആളെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാനത് പറയണം കിരണേ. കാരണം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ജീവിച്ചാൽ നമുക്ക് കുറേ നേടിയെടുക്കാമെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു നല്ല സപ്പോർട്ടീവായിട്ടുള്ള കമ്പാനിയൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ജീവിതത്തെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈവൻ എൻ്റെ PhD ജേർണിയിൽ ആദ്യം എൻ്റെ കൂടെ കൂടിയതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ജോയിൻ ചെയ്യുന്ന PhDക്കാണ്. സോ ഞാൻ ആ PhD ഫസ്റ്റ് ഇയർ തൊട്ട് ഇന്ന് ഇപ്പോൾ PhD നേടിയെടുക്കുന്നത് വരെ ഞാൻ എന്തൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോയി, അതിനൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത്, ഈവൻ എൻ്റെ പാരൻസിനെക്കാളും കൂടുതൽ അത് അറിയാവുന്ന, ഞാൻ ഷെയർ ചെയ്യുന്നത്, ബിക്കോസ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിനോടാണ്, സുബിയാൻ PM, പുള്ളിനോടാണ്. പുള്ളി തരുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു നീ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്, എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയ, എനിക്ക് പാരൻസിൽ നിന്ന് കിട്ടിയ ഫ്രീഡം ഇല്ലേ, ആ സെയിം ഫ്രീഡം ഐ എം ഗെറ്റിംഗ് ഫ്രം മൈ പാർട്ട്ണർ ഓൾസോ. മേ ബി അതുകൊണ്ടാണ്, മേ ബി എന്നല്ല, ഉറപ്പായിട്ടും അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല. അത്രയും പഠിപ്പിക്കുന്ന, ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, PhD കഴിഞ്ഞില്ലേ, 5.5 വർഷമായി, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഹീ ഈസ് റെഡി ടു ആൻസർ. ഇല്ല, അവൾ PhD എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവൾ PhD കഴിഞ്ഞു, ഇപ്പോൾ അവൾക്ക് PhD കിട്ടി, ആൻഡ് ഹീ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ്. ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ മെന്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ, നമുക്ക് വേണ്ട ആ ഒരു സപ്പോർട്ട്, അത് പുള്ളി തരുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. അതാണ് എൻ്റെ ഒരു 80% വിജയമെന്ന് ഞാൻ പറയുന്നത്. ഈവൻ എനിക്കിപ്പോൾ PhD അച്ചീവ് ചെയ്തതിനേക്കാളും വലിയ വിജയമായിട്ട് ഞാൻ പറയുന്നത്, ഐ എം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഗുഡ് പാർട്ട്ണർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം വളരെ കാര്യമായിട്ട് തന്നെ സൊസൈറ്റിക്ക് വേണ്ട മെസ്സേജ്, അതുപോലെ തന്നെ ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പാരൻസ് കുട്ടികളോടും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോടും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യവും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഫാത്തിമ, വിലയേറിയ സമയം നമ്മളുടെ റെയിൻബോ FM കൊച്ചി 107.5 കൂടെ ചേർന്നതിന് ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച് കിരണ്. താങ്ക്സ് ഉണ്ട്. അതുപോലെ ആകാശവാണിക്കൊരു വലിയ താങ്ക്സ് ഉണ്ട്. എനിക്കിതുപോലൊരു ഓപ്പർച്യൂണിറ്റി നൽകിയതിന്, സംസാരിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി നൽകിയതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് ആകാശവാണി റെയിൻബോ FM കൊച്ചി